പിന്നെ എന്ത് പറഞ്ഞേ? മുടി ഇങ്ങനെ ഇട്ടോ അതോ അയച്ചിട്ടോ? ഞാൻ ഇങ്ങനെ തന്നെ ഇട്ടു. നല്ല കാര്യം മോളെ, അയച്ചിട്ട് കുറച്ച് ഭംഗി ഉണ്ടായനെ. എല്ലാം കൊള്ളാം. അല്ലെങ്കില് ഇപ്പൊ പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഓ അവരെല്ലാവരും എന്ത് രസം, നീ എന്തൊരു ബേക്കോലത്തിലാണെന്ന് നാട്ടുകാര് പറയാം. അപ്പൊ അത് വേണ്ട, ഞാൻ ബേക്കോലാണെങ്കിൽ നിങ്ങളും ബേക്കോല, അത്ര മതി. ഇപ്പൊ സംസാരിച്ചപ്പോഴത്തേക്ക് ഒരു ആശ്വാസം കിട്ടിയില്ലേ? സന്തോഷം തോന്നിയില്ലേ? കരഞ്ഞ് മോള് 100-150% കരഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാ. എനിക്ക് ബിഗ് ബോസ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കരച്ചിലൊക്കെ വന്നെങ്കിലും കരച്ചിലോളി എന്നുള്ള പേര് എനിക്ക് വേണ്ട. സ്ട്രോങ് ആയിട്ട് എനിക്ക് ബിഗ് ബോസ് ഓരോ വാക്കുകൾ പറയുമ്പോ നമ്മുടെ സിറ്റുവേഷൻസ് അതായത് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, മനസ്സിലാക്കി പുള്ളി എല്ലാം. അത് കേൾക്കുമ്പോ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇമോഷണൽ ആവും. അത് ഏതൊരു മനുഷ്യനാണെങ്കിലും ഞാനാവും. എത്ര എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നു, പിടിക്ക് പറ്റത്തില്ല. ആ കാര്യത്തിൽ കരഞ്ഞു പോവും. അതിലാർക്കും തോപ്പിക്കാൻ പറ്റൂല. അയ്യോ, ഇപ്പം ബിഗ് ബോസ് ഇപ്പൊ പറയാണ് കരയരുത്, എന്തൊക്കെ പറഞ്ഞാലും കരയില്ലെന്ന് പറഞ്ഞാ ഞാൻ പറയും ഇല്ല കരയില്ല, ഞാൻ പിടിച്ചേക്കൂന്ന് പറയും. പക്ഷെ ബിഗ് ബോസ് തോപ്പിക്കാൻ പറ്റത്തില്ല ആ ഒരു കാര്യത്തില്. ബിഗ് ബോസ് കരയിപ്പിക്കും. നിങ്ങൾ കരഞ്ഞോ ബിഗ് ബോസ് അവിടെ അങ്ങനെ പറഞ്ഞപ്പോ? കരഞ്ഞു മെഴുകി വന്നില്ല, ചുമ്മാ സൗണ്ട് അടഞ്ഞിരിക്കുന്നോണ്ട്. അതേ മോശം. അവൻ നമ്മുടെ മോനാ.